എൻ്റെ പേര് ദീപ പൗലോസ്. ഞാൻ പഠിക്കുന്നത് കാർമൽ മാടവന ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തായതുകൊണ്ട് ഹോസ്റ്റലിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷേ ആദ്യ വർഷം കൊണ്ട് തന്നെ ഹോസ്റ്റലിലെ ജീവിതം എനിക്ക് മടുത്തു. ഞങ്ങളൊരു 3-4 പേരുണ്ടായിരുന്നു ക്ലാസ്സിൽ. ടിൻസി, അശ്വതി, സോനയാണ് ഗ്യാങ് ലീഡർ. അത്യാവശ്യം ആശ്വാസം കിട്ടിക്കൊണ്ടിരുന്നത് അവരുടെ ഒപ്പമായിരുന്നു. സോനയും ഞാനും ഒരിക്കലൊന്ന് പിണങ്ങി. പിന്നീട് അങ്ങോട്ട് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. മനഃപൂർവ്വമായ ഒഴിവാക്കലുകളുടെ ദിവസങ്ങളായിരുന്നു അത്. ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഹോസ്റ്റൽ മെസ്സിൽ നിന്നായിരുന്നു. വല്ലപ്പോഴും കോളേജ് ക്യാൻറ്റീനിൽ നിന്നും കഴിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ കഴിക്കുമ്പോൾ എല്ലാവരെയും കൂട്ടും. ഒരു ദിവസം എന്നെ മാത്രം കൂട്ടാതെ എല്ലാവരും കോളേജ് ക്യാൻറ്റീനിൽ പോയി കഴിച്ചു. ഞാൻ ഒറ്റയ്ക്ക് ഇവരെയും കാത്ത് ഹോസ്റ്റൽ മെസ്സിൽ കുറേ നേരം ഇരുന്നു. ഗ്രൂപ്പിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നെ പാടെ ഒഴിവാക്കിയായിരുന്നു സോനയുടെ സംസാരം. ഹോസ്റ്റലിലേക്ക് വന്നാൽ അവിടെയും സമാധാനമില്ല. ഇതൊക്കെ ആലോചിച്ച് വിഷമിച്ച് വളരെ വൈകിയാണ് ഞാൻ ഉറങ്ങാറ്. തിരിഞ്ഞും മറിഞ്ഞും കിടന്നാലും ഉറക്കം വരില്ല. ഒരു ദിവസം നേരം വെളുത്തപ്പോൾ എന്നെ ഹോസ്റ്റലിലെ ഡോർമെറ്ററി ഹാളിൽ പൂട്ടിയിട്ടിരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ 7 മണിക്കാണ് റെഡിയായി ഫുഡ് കഴിക്കേണ്ടത്. പക്ഷെ ഞാൻ എണീറ്റപ്പോഴേക്കും 7:05 അതും പറഞ്ഞ് ഹോസ്റ്റൽ വാർഡൻ മാലിനി മിസ് റൂം പൂട്ടിക്കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞ് മിസ് വന്ന് തുറന്നു. പിന്നെ എനിക്ക് മാലിനി മിസ്സിനോട് മിണ്ടാൻ തോന്നിയില്ല. ഇത്രയൊക്കെ ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഇനി ഹോസ്റ്റൽ വേണ്ട. തിരിച്ച് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ടും എനിക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. മോഡൽ എക്സാമിൻ്റെ അവധിയാണ്. രാവിലെ എഴുന്നേക്കും, ഏതെങ്കിലും ബുക്ക് എടുത്തു നോക്കും. പുസ്തകം തുറന്ന ഹോസ്റ്റലിലെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. പിന്നെ മാലിനി മിസ്സിനെയും. എടി, നീ ഇന്ന് കപ്പേടയിൽ വരുന്നില്ലേ? ഞാൻ വരുന്നില്ല അമ്മൂമ്മ. അതെന്തേ? ഒന്നുമില്ല അമ്മൂമ്മ. നിനക്ക് എന്താ പറ്റിയേ? ഒന്നുമില്ല അമ്മൂമ്മ, പൊക്കോ. എന്തോന്ന്, നിനക്ക് വല്ല പിശാചും കയറിയതായിരിക്കും. ഇതാണ് എൻ്റെ അമ്മൂമ്മ. ഞാനും അമ്മൂമ്മയും നല്ല കൂട്ടാണ്. എൻ്റെ ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അമ്മൂമ്മയ്ക്കത് മനസ്സിലാകുമോ എന്ന് പോലും എനിക്ക് ഉറപ്പില്ല. ഇന്ന് തന്നെയുള്ളോ? ദീപയില്ലേ? ദീപ വന്നില്ല. അവളെ വിളിച്ചിട്ട് അവള് വരുന്നില്ലാന്ന്. എന്താണാവോ, 2 മാസം ഹോസ്റ്റലിൽ കൊണ്ടുപോയി നിർത്തി. അത് കഴിഞ്ഞ് ഇപ്പോ വന്ന് വീട്ടിലിരിപ്പാ. ഓ, എന്ത് ചെകുത്താനാ കൂടിയേക്കുന്നെന്ന് അറിഞ്ഞൂടാ. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുവോ? ഞാൻ അവളോട് സംസാരിച്ചോളാം. പോയി പ്രാർത്ഥിച്ചോട്ടാ. ചെല്ല്, പോയി പ്രാർത്ഥിച്ചോ. ഇല്ലാത്ത കാശ് മുടക്കി ഹോസ്റ്റലിൽ കൊണ്ടുവന്നെങ്കിൽ തിരിച്ചു വന്നേക്കണം. ഹോസ്റ്റലിൽ നിൽക്കാൻ പറ്റാത്തോണ്ട് ഇങ്ങോട്ട് പോന്ന്. ഇവിടെ സ്വയം തരില്ലേ? ഞാൻ ഇങ്ങോട്ടല്ലേ ഇറങ്ങി പോക്കോളാം. അപ്പൊ നിനക്ക് സമാധാനാവോ? നീ എന്താന്ന് വെച്ചാ ചെയ്യടി. എൻ്റെ പേര് സിസ്റ്റർ തെരേസ. അകത്തേക്ക് വന്നോട്ടെ. കുറേ ദിവസം ഒഴിഞ്ഞു മാറി നടന്നെങ്കിലും ഒരു ദിവസം എനിക്ക് സിസ്റ്ററുടെ മുന്നിൽ ഇരിക്കേണ്ടി വന്നു. ഇതാണല്ലേ ദീപയുടെ റൂം? മൊത്തം അലങ്കോലായി കിടക്കുക. അടുത്ത മാസമല്ലേ ദീപയുടെ എക്സാം? മറിയമ്മ ചേട്ടത്തി എന്നോട് പറഞ്ഞായിരുന്നു. എന്നെ ഉപദേശിക്കാൻ വിട്ടതായിരിക്കില്ലേ? ഉപദേശിക്കാനല്ല,
ഒന്ന് പറഞ്ഞ് സംസാരിക്കാനാണ് പറഞ്ഞത്. പിന്നെ സമയം കിട്ടുമ്പോൾ ഈ ബുക്കൊന്ന് വായിച്ചു നോക്ക്. ദീപയ്ക്ക് എക്സാം ആണെന്നൊക്കെ എനിക്കറിയാം, എന്നാലും പെട്ടെന്ന് വായിച്ചു തീരും. ദീപയ്ക്ക് കൊച്ചു ത്രേസി ആരാന്നറിയാവോ? ദീപയെ പോലെ ഒരു വീട്ടിലെ ഇളയ കൊച്ചായിരുന്നു കൊച്ചു ത്രേസ്യ. അവളുടെ അപ്പനും അമ്മയ്ക്കും അവൾക്ക് കൊച്ചു ത്രേസ്യ എന്ന പേരിടാൻ കാരണം അവർക്ക് മാതാവിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അവളുടെ പേര് കൊച്ചു ത്രേസ്യ ആണെങ്കിൽ എല്ലാവരും അവളെ കൊച്ചുറാണി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അവൾക്ക് 4 വയസ്സായപ്പോൾ അവളുടെ അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചതിന് ശേഷം അവൾ അങ്ങനെ ആരോട് സംസാരിക്കാറൊന്നുമില്ല. അവൾക്ക് 10 വയസ്സായപ്പോൾ അവൾക്കൊരു അസുഖം വന്നു. എന്നിട്ട് ഒരു ദിവസം അവൾ റൂമിൽ ഇരുന്നപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ അവളെ നോക്കി ചിരിക്കുന്ന പോലെ അവൾക്ക് തോന്നി. അങ്ങനെ അവളുടെ അസുഖവും മാറി, മാതാവിനോടുള്ള ഇഷ്ടവും കൂടി. കൊച്ചു ത്രേസ്യയുടെ ചേച്ചിമാർ ആ മഠത്തിലായതുകൊണ്ട് അവൾക്ക് ആ മഠത്തിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആദ്യത്തെ കുറച്ച് വർഷമൊക്കെ കഷ്ടപ്പാടായിരുന്നു. സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നന്നായിട്ട് വഴക്കിട്ടിട്ടുണ്ട്. ദീപയ്ക്ക് ഈ സെയിം പ്രശ്നങ്ങളൊക്കെ അല്ലേ? മാലിന്യ മിസ്സിനെ നല്ല വഴക്കിട്ടിയല്ലേ? നന്നായിട്ട് പഠിച്ച് പരീക്ഷയൊക്കെ എഴുതുക കേട്ടോ. പിന്നെ സോനയും ഫ്രണ്ട്സൊക്കെ ദീപയോട് തന്നെ വന്ന് സംസാരിച്ചോളും, പേടിക്കേണ്ട ആവശ്യമില്ല. കുറേ ദിവസം സിസ്റ്റർ എന്ന പുസ്തകം എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിലും ഞാനിതെടുത്ത് വായിച്ചില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അപ്രതീക്ഷിതമായി ഞാൻ ആ പുസ്തകം എടുത്തു. ഞാനത് വായിച്ചു. കൊച്ചു ത്രേസ്യയുടെ ആ പുസ്തകം വായിച്ചതിന് ശേഷം എന്നിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞാൻ കപ്പേളയിൽ ചെന്നു, മെഴുകുതിരി കത്തിച്ചു, പാട്ടുപുസ്തകം എടുത്ത് പാട്ടുപാടി. അതിനുശേഷം ഒരു ദിവസം സിസ്റ്ററിനെ കാണാനും ആ പുസ്തകം തിരിച്ചു കൊടുക്കാനുമായി ഞാൻ കോൺവെന്റിൽ പോയി. ആ ദീപേ, ഞാൻ നിന്നെ വന്നൊന്ന് കാണാനിരിക്കായിരുന്നു. ഇവിടുത്തെ പണി ഒഴിഞ്ഞിട്ട് പിന്നെ നേരമില്ലല്ലോ. അമ്മാമ്മ വന്നില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് വന്ന്. ആ നിന്റെ പരീക്ഷ കഴിഞ്ഞില്ലേ? ആ കഴിഞ്ഞു. തെരേസ സിസ്റ്റർ എവിടെയാ? സ്റ്റോർ റൂമിലുണ്ടാവും സിസ്റ്റർ. ആണോ? ഞാൻ ഈ ബുക്ക് ഒന്ന് കൊടുത്തിട്ട് വരാം. നീ പോവില്ല? ഇല്ല, ഇവിടെ പോരാട്ടാ. ശരി സിസ്റ്റർ. തെരേസ സിസ്റ്റർ? അതെ, ഞാനാണ്. ദീപയ്ക്ക് കൊച്ചു ത്രേസ്യ ആരാന്നറിയാമോ?